ചുക്കെ ചുക്കെ ഈ ജനപ്രിയ ഗസൽ കേട്ടിട്ടുള്ള പല ആളുകളും ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാകും. ഈ ഗസൽ രചയിതാവ് ഒരു സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയായിരുന്നു. ഹസ്രത്ത് മൊഹാനി എന്ന ആളാണ് ഈ ഗസൽ എഴുതിയിരിക്കുന്നത്. ഇൻകുലാബ് സിന്ദാബ് എന്ന മുദ്രാവാക്യം, ഏറ്റവും പ്രശസ്തമായ മുദ്രാവാക്യത്തിൻ്റെ സൃഷ്ടാവും ഇദ്ദേഹം തന്നെയാണ്. ഈ ഹസ്രത്ത് മൊഹാനിയെ കുറിച്ചാണ് ഇന്നത്തെ സുഭാഷിതത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 1921 കോൺഗ്രസിന്റെ അഹമ്മദാബാദ് സമ്മേളനത്തിൽ ഇന്ത്യക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യം ഉന്നയിച്ച ആദ്യ വ്യക്തികളിൽ ഒരാളായിരുന്നു മൊഹാനി. ഹസ്രത്ത് മൊഹാനി ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപപ്പെടുത്തുന്നതിനായി രൂപീകരിച്ച ഭരണഘടനാ അസംബ്ലിയിൽ, കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ അംഗമായിരുന്ന സമയത്ത് നടന്ന ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ വ്യക്തിശുദ്ധി വെളിവാക്കുന്ന ഒന്നായി. എപ്പോഴും ലാളിത്യത്തിൽ വിശ്വസിക്കുന്ന ആളായിരുന്നു മൊഹാനി. ഭരണഘടനാ അസംബ്ലിയിലെ അംഗമായിരുന്നിട്ടും ആ സ്ഥാനത്തിന് ലഭിച്ചിരുന്ന യാതൊരു ആനുകൂല്യം സ്വീകരിക്കാൻ മൊഹാനി കൂട്ടാകില്ല. സർക്കാർ നൽകിയിരുന്ന ശമ്പളം, ഫീസ്, ഔദ്യോഗിക വസതി, അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും അദ്ദേഹം വേണ്ടെന്ന് വെച്ചു. സർക്കാർ നൽകിയ വീട്ടിൽ താമസിക്കുന്നതിന് പകരം ഒരു പള്ളിയിലെ കുടുസുമുറിയിലാണ് അദ്ദേഹം താമസിച്ചത്. ആഡംബര ജീവിതം ഒരു കാലത്തും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. യഥാർത്ഥ വിപ്ലവം രാഷ്ട്രീയ പ്രവർത്തനം മാത്രമല്ല, അധികാരത്തിൻ്റെയും സമ്പത്തിൻ്റെയും കെണിയിൽ നിന്ന് മുക്തമായ ഒരു ജീവിത രീതി പിന്തുടരുകയാണെന്ന് കൂടി മൊഹാനി വിശ്വസിച്ചു. രാഷ്ട്രീയ പ്രവർത്തനം അതിപാവനമായൊരു പ്രവൃത്തിയാണെന്ന് പഴയകാല നേതാക്കൾ എപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നു. മാനവ സേവയാണ് യഥാർത്ഥ ഈശ്വര സേവ. രാഷ്ട്രീയ പ്രവർത്തനം രാഷ്ട്ര നിർമ്മാണത്തിലുള്ള പ്രവൃത്തിയാണെന്ന് രാഷ്ട്രീയക്കാരും രാഷ്ട്രീയ കക്ഷികളും ഒരിക്കലും മറക്കാൻ പാടില്ല. മൊഹാനിയെ പോലെയുള്ളവരുടെ ത്യാഗങ്ങളിൽ കെട്ടിപ്പടുത്തൊരു രാജ്യമാണ് ഇന്ത്യയെന്നും ഓർമ്മിക്കണം. നമ്മൾ ജനത്തിൻ്റെ നികുതി പണത്തിൻ്റെ പുറത്തിരുന്ന ആർഭാടങ്ങൾ ആസ്വദിക്കുമ്പോൾ നമ്മൾ ഓർമ്മിക്കുക, നമ്മൾ തെറ്റായ വഴിയിലാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.